അസ്സലാമു അലൈക്കും. നമുക്കിന്ന് മെത്തി പൊട്ടാറ്റോ ബജി ഉണ്ടാക്കാം. നല്ല വെറൈറ്റിയാണ്, നല്ല മേത്തിയുടെ ടേസ്റ്റൊക്കെ ഉണ്ടായിട്ട്, കസ്തൂരി മേത്തിയുടെ. ഇനി അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് 250 ml 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ 1/2 കപ്പ് 125 ml കപ്പിന് തന്നെ കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ക്രിസ്പിനെസ്സിനായിട്ട് ഒരു 3 സ്പൂണ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ താരായ കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. ഒരു വലിയൊരു സ്പൂണ് നിറയെ, ഏകദേശം ഒരു 30 ഗ്രാം. അതിലേക്ക് നമുക്ക് കാശ്മീരി ചില്ലിയാണ്, ചെറിയൊരു എരിവിനായിട്ടും പിന്നെ അതേപോലെ നല്ലൊരു കളറിനും കൂടി ആയിട്ട് ഒരു 3/4 സ്പൂണോളം. ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 സ്പൂൺ ഉപ്പ്. ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് ഇളക്കി ഒരു നമ്മൾ ഇങ്ങനെ ഒരു കുറുന്നന രൂപത്തിൽ എടുക്കാം, കുറുന്നനാക്കിയിട്ട് എടുക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 കപ്പോളം നമുക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. ഇപ്പം അതിലേക്ക് അപ്പസോഡ എന്നൊക്കെ പറയില്ലേ, അത് ഒരു 2 പിഞ്ച് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ടിട്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് നമ്മൾ മുക്കി പൊരിക്കാവുന്ന തരത്തിലൊന്ന് ആക്കിയെടുക്കണം. ഈ കസൂരി മേത്തിയുടെ നല്ലൊരു ടേസ്റ്റൊക്കെ വന്നിട്ട് നല്ലൊരു വെറൈറ്റിയാണ് നമ്മളെ ഈ ഒരു ബജി. ഇനി അതിലേക്ക് ഒരു ചെറിയൊരു സ്പൂണ് നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ ഫ്രണ്ട്സുകളായാലും ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നല്ലതായിരിക്കും. അതൊരു വെറൈറ്റി ഒരു ടേസ്റ്റുള്ളൊരു ബജിയും കൂടിയാണ് ഈ കസ്തൂരി മെത്തി ബജി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കറക്റ്റ് പാകമാണ്. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. 10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ആ റെസ്റ്റ് ചെയ്യുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനായിട്ട് ഇപ്പോൾ ഞാൻ കുറച്ച് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അതിലിപ്പോൾ നമുക്കൊന്ന് മുറിച്ചിക്കാം. ഞാനിപ്പോൾ ഒരു വട്ടത്തിലാണ് ഇത് മുറിക്കുന്നത്. അധികം കട്ടിയിലാവണ്ട മുറിച്ചെടുക്കണത്, എല്ലാം അധികം നന്നായിട്ട് നൈസായി പോവും വേണ്ട. ആ തരത്തിൽ നമുക്കൊന്ന് മുറിച്ചെടുക്കണം പൊട്ടറ്റോ. ഇപ്പോൾ പൊട്ടറ്റോ ഒക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. വല്ലാണ്ട് നൈസായിട്ട് പോയിട്ടില്ല, പിന്നെ അതേപോലെ തിക്കും ആയിട്ടില്ല, തിന്നും ആയിട്ടില്ല. അതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് പൊരിച്ചിങ്ങനെ മുക്കി പൊരിക്കാനുള്ളതല്ലേ, അതുകൊണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലതും ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് വാഷ് ചെയ്തതൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്കെങ്കിലും മാറ്റാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയിട്ട് പൊരിച്ചെടുക്കണം. നമ്മളെ ബജി, അടിപൊളിയായിട്ടുള്ള ബജി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഓരോന്നെടുത്തിട്ട് ഇതുപോലെ മുക്കി പൊരിക്കാം. പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും ചെയ്യും. പിന്നെ അതേപോലെ കടലപ്പൊടി ഉണ്ടായതുകൊണ്ട് എണ്ണ കുടിക്കുന്നുള്ള പേടിയും വേണ്ട. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ പൊട്ടാറ്റോയും പുറംഭാഗം നല്ല ക്രിസ്പിനെസ്സും കൂടി ആയിട്ടാണ് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ബജിക്ക്. നമ്മൾ മറ്റേ കസൂരി മേത്തിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഉള്ളത്. ഇതിപ്പോൾ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരിയിട്ട് അടുത്തതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളെ ബജിയൊക്കെ എല്ലാതും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല സൂപ്പർ ബജിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും.
ഒരു വെറൈറ്റി ടേസ്റ്റും കൂടിയാണ്. ഫ്രണ്ട്സിനായാലും ഗസ്റ്റിനായാലും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളിയാണ് വൈകുന്നേരത്തെ ഒരു കടിയായിട്ട്. നമ്മളെ ബജി, മേത്തി പൊട്ടറ്റോ ബജി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും മറക്കാതെ വീട്ടിലുണ്ടാക്കി നോക്കണം. ഫ്രണ്ട്സിനായാലും നമ്മൾ വീട്ടിലുള്ള പിള്ളേർക്കൊക്കെ ആയാലും നല്ല ഇഷ്ടപ്പെടും. ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും പുറംഭാഗം നല്ലൊരു ക്രിസ്പിനെസ്സും നല്ലൊരു ടേസ്റ്റും കൂടി ആയിട്ടുള്ള ഒരു ബജിയാണ്. ഇൻഷാ അല്ലാ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വീണ്ടും നമുക്കിനി കാണാം.